അതുകൊണ്ടാണ് ഈ 16ാമത്തെ തെരഞ്ഞെടുപ്പിലും ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കേണ്ടി വരുന്നത്. നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നു എന്ന് പറയുമ്പം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി അസ്വാഭാവികമെന്ന നിലയിൽ ഒരുപക്ഷെ ഒരു ആസൂത്രിതമായിട്ടും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ജനജീവിതത്തെ ഉലയ്ക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചർച്ചാ വിഷയമാകാതിരിക്കാൻ നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനങ്ങൾ, മുന്നണികൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് കൊല്ലം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് പോയപ്പോൾ അവിടെ കണ്ടത്, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു മുദ്രാവാക്യം കുന്നത്തൂരിന്റെ ഉല്ലാസം ഇനി എന്നാണ്. എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഉല്ലാസം എന്നാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഒരു ഉല്ലാസമായി മാറിയിരിക്കുന്നു, ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ കണക്കറ്റ നിലയിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പ് ഈ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു കഥയുമില്ലാത്ത, അർത്ഥശൂന്യമായ, ജനങ്ങളുടെ ജീവിതവുമായി പുലബന്ധം പോലുമില്ലാത്ത PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ അകമ്പടിയായി എഴുതി വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. മറിച്ച് ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വളരെ ലളിതമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ ഒരു മുന്നണിയും ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നതാണ്. എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച സഖാക്കൾ ഈ വിഷയം ഒരുപക്ഷെ പ്രതിപാദിച്ചിട്ടുണ്ടാവും. വട്ടിയൂർക്കാവിന്റെ വികസനം, നേമത്തിന്റെ വികസനം, സംസ്ഥാനത്തിന്റെ വികസനം, സത്യത്തിൽ ആ വാക്കിവിടെ ഉച്ചരിക്കാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നത്തക്ക വിധത്തിലാണ് വികസനം എന്ന വാക്ക് തന്നെ. കാരണം അത് അത്രയ്ക്ക് ജനങ്ങളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന, അധാർമികതയുടെ ഒരു പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. അപ്പൊ അത്തരമൊരു ചർച്ച വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേരളത്തിന്റെ ഏറ്റവും നീറുന്ന പ്രശ്നം, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ ഉലയ്ക്കുന്ന പ്രശ്നം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വിലയിരുത്തലനുസരിച്ച് കേരളത്തിലെ ഗ്രാമീണ ജനങ്ങളിൽ 88% കടക്കെണിയിലാണ്. അത് നമ്മുടെ ഒരു വിലയിരുത്തലല്ല, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ കണ്ടെത്തലാണ്. ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്തവർ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ സംസ്ഥാനത്തിന്റെ 88% ഗ്രാമീണ ജനങ്ങളും കടക്കെണിയിലാണ്. ലക്ഷങ്ങളുടെ കടബാധ്യതയുമായിട്ടാണ് ഓരോ കുടുംബവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ജനസംഖ്യയിൽ 61% ഇതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്. കടമില്ലാത്ത, ബാധ്യതയില്ലാത്ത ഒരു കുടുംബത്തെ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം. എങ്ങനെ വന്നു ചേർന്നതാണ് ഈ സാഹചര്യം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ കഠിന യാഥാർത്ഥ്യം എങ്ങനെ എത്തിച്ചേർന്നതാണ്, എന്തുകൊണ്ട് എത്തിച്ചേർന്നതാണ്, അത് നമുക്ക് നന്നായി അറിയാം. ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നം തൊഴിലില്ല എന്നതാണ്. തൊഴിലില്ലായ്മയാണ് ഈ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. 5.5 ലക്ഷം കുഞ്ഞുങ്ങളാണ്, ഏകദേശം 22-23 വയസ്സിൽ താഴെ പ്രായമുള്ള നമ്മുടെ ചെറുപ്പക്കാരാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി, വിദ്യാഭ്യാസം ചെയ്യാനെന്ന പേരിൽ അവിടെ എത്തി തൊഴിൽ തേടി അവിടെ ഒരു ജീവിതം പടുത്തുയർത്തുന്നതിനായി തെണ്ടി അലഞ്ഞു നടക്കുന്നത് ഈ കേരളത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമൊന്നുമല്ല കേട്ടോ, വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങൾ, ഹരിയാനയിലായാലും പഞ്ചാബിലായാലും ഒക്കെയും 10,000 ലക്ഷക്കണക്കിന് യുവാക്കൾ ഈ നാട് ഉപേക്ഷിച്ചു പോവുകയാണ്, തിരിച്ചു വരാൻ തീരുമാനിക്കാതെ പോവുകയാണ്. ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ വിദ്യാഭ്യാസ വായ്പ എടുത്തുമൊക്കെയാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത്. 15 ലക്ഷം, 20 ലക്ഷം. അങ്ങനെ പുറത്തേക്ക് ജോലി അന്വേഷിച്ച് പോകുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പ്രയത്നം നടത്തുന്ന ആളുകൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, ജീവിക്കാനാവാത്ത, പിടിച്ചു നിൽക്കാനാവാത്ത
സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ അവരെ വേട്ടയാടുമ്പോൾ തിരികെ പോകാനാകാത്ത വിധമാണ് അവരുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾ. തിരിച്ചു വന്നാൽ എങ്ങനെയാണ് ഈ ബാധ്യത വീട്ടുക? അതിന് മാർഗമില്ല. ഇവിടെ വന്നൊരു തൊഴിൽ കണ്ടെത്തി ആ ബാധ്യത വീട്ടിയെടുക്കാൻ മാർഗമില്ല. ഇത് കേരളം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നമാണ്. ലക്ഷക്കണക്കിന് യുവാക്കൾ. ഈ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം ഇതായിരിക്കും. ചർച്ചയുണ്ടോ? അത്തരമൊരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ചർച്ചയുണ്ടോ? അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പൊ മിനിഞ്ഞാന്നല്ലേ ഹൈക്കോടതിയിൽ ഇവിടെ സത്യവാങ്മൂലം കൊടുത്തത്? KSRTC PSC സ്ഥിര നിയമനം നടത്തിയിട്ട് 10 വർഷത്തോളമായി. സ്ഥിര നിയമനം നടത്തിയിട്ട് എവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത്? KSRTC K-Swift എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി രൂപീകരിച്ചത് തന്നെ യഥാർത്ഥത്തിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. KSRTCയുടെ ബസ് സ്റ്റേഷനുകളും KSRTCയുടെ വർക്ക്ഷോപ്പുകളും KSRTCയുടെ അനുബന്ധ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുമ്പോൾ എന്തിനാണ് മറ്റൊരു കമ്പനി, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനുള്ളിൽ? നിങ്ങൾ ഓർക്കുക, അതിനൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരേ ഒരു ലക്ഷ്യം, സ്ഥിര നിയമനം ഇല്ലാതാക്കുക എന്നുള്ളത്. ആയിരക്കണക്കിന് തൊഴിലാളികളെ അവിടെ ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലാളികളിൽ ഒരാൾ പോലും, ഒരൊറ്റയാൾ പോലും സ്ഥിര നിയമനം ലഭിച്ചവരല്ല. കരാർ നിയമനമാണ്. ആ കരാർ നിയമനം നടത്തിയാൽ ഒരു ദിവസം 715 രൂപയ്ക്ക് പണിയെടുക്കാൻ വേണ്ടി തൊഴിലാളികളെ നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഡബിൾ ഡ്യൂട്ടി ആണെന്നുള്ളത് കൊണ്ട് എപ്പോൾ പണി ആരംഭിക്കും എപ്പോൾ പണി അവസാനിക്കും എന്നൊക്കെ പറയാനാവില്ല. 8, 10, 12 മണിക്കൂർ പണിയെടുത്താലേ KSRTC തൊഴിലാളിയുടെ ഷെഡ്യൂൾ ടൈം കഴിയൂ. അങ്ങനെ പണിയെടുപ്പിക്കുന്ന തൊഴിലാളിക്ക് ഒരു ദിവസം കൊടുക്കുന്ന 715 രൂപ. മറ്റൊരുവിധ ആനുകൂല്യമില്ല, ഒന്നുമില്ല, യാതൊരു ആനുകൂല്യം ഇല്ലെന്ന് മാത്രമല്ല, തൊട്ടടുത്ത ദിവസം ആ തൊഴിലാളി പണിക്ക് ചെല്ലുന്നില്ലെങ്കിൽ ഈ 720 അന്നുണ്ടാവില്ല. എന്ന് ചെല്ലുന്നോ അന്ന് കൊടുക്കുന്ന ഒരു കൂലിയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ കേന്ദ്ര സർക്കാരും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സംഘവും കൊണ്ടുവന്നിരിക്കുന്ന ലേബർ കോഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ആണ്. നിശ്ചിതകാല തൊഴിലാണ്. നിശ്ചിതകാല തൊഴിൽ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തേക്ക് തൊഴിലാളികളെ വെക്കും. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് പണിക്ക് വേണ്ടിയിട്ടാണ് അവരെ വെച്ചിരിക്കുന്നത്? ആ പണി കഴിയുമ്പോൾ അവരെ പറഞ്ഞു വിടും. അവരടുത്ത നിശ്ചിത കാലത്തെ പണി അന്വേഷിച്ചു പോകണം. ഇതാ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ്. ലേബർ കോഡിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന, വ്യക്തമാക്കിയിരിക്കുന്ന, അഥവാ ലേബർ കോഡ് നിഷ്കർഷിക്കുന്ന ആധുനിക കാലത്തെ തൊഴിലിന്റെ രീതി ഏതാണ്? ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ആണ്. കരാർ നിയമനമാണ്. ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമുള്ള സ്ഥിരമല്ലാത്ത തൊഴിലാണ്. ഇനി സ്ഥിര തൊഴിൽ ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയല്ലോ. പറയുമോ ഇക്കാര്യം? എവിടെയാണ് ഈ രാജ്യത്ത് സ്ഥിര തൊഴിൽ? ആ ലേബർ കോഡിൽ പറയുന്ന അപ്രന്റീഷിപ്പ്, ഇന്റേൺഷിപ്പ്, അങ്ങനെ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ അധ്വാനം അത് ചൂഷണം ചെയ്യാനുള്ള വകുപ്പുകൾ എഴുതി ചേർത്തിരിക്കുകയാണ് അതിനകത്ത്. ആ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. അതിനുവേണ്ടി കൊണ്ടുവന്നാണ് K-Swift. ഈ കേരളം ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഏറ്റവും ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത വിഷയമാണ്. ചർച്ചയുണ്ടോ? ഒരു ചർച്ചയുമില്ല. നമ്മളെ കൊഞ്ഞനം കുത്തത്തക്ക വിധത്തിൽ, നമ്മളെ അപമാനിക്കത്തക്ക വിധത്തിലാണ് ഈ വികസനത്തിന്റെ മുദ്രാവാക്യം കൊണ്ടുവരുന്നത്. നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഉള്ളിൽ പറഞ്ഞ് രസിക്കുന്നത്. എന്തെന്നറിയുമോ? അവരുള്ളിൽ പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ നമ്മൾ അവരെ പറ്റിച്ചേ എന്നാണ് പറയുക. ജനങ്ങളെ കബളിപ്പിച്ചേ എന്നാണ് പറയുക. അവരുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ ചർച്ചക്കെടുക്കാതിരിക്കാൻ വേണ്ടി. ഇത് ചർച്ചക്കെടുക്കണ്ടേ? ഏറ്റവും ഗൗരവമുള്ള വിഷയം, അന്ന സെബാസ്റ്റ്യൻ എന്ന 26-കാരി പൂനെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. ആ അന്ന സെബാസ്റ്റ്യൻ പൂനെയിൽ 14 മണിക്കൂർ നിരന്തരം പണിയെടുത്തു, 4 മാസം. അങ്ങനെ പണിയെടുത്ത് ഹൃദയം പൊട്ടി മരിച്ചു പൂനെയിൽ. 4 മാസമേ പണിയെടുത്തുള്ളൂ. ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ച് ആ ജോലി, ആ ബിരുദം നേടി ആ ജോലിയിൽ കയറുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എടുക്കുന്ന ഒരു സ്ട്രഗിൾ എത്രയാണ്. 1000 പേര് പരീക്ഷ എഴുതിയാൽ 4 പേരെ ജയിക്കുകയുള്ളൂ, അല്ല 5 പേരല്ലേ 6 പേര്. അങ്ങനെ ഒരു പരീക്ഷ പാസ്സാകണമെങ്കിൽ ആ പെൺകുട്ടി എടുത്ത ജീവിത സമരം എന്തായിരിക്കും? എത്ര വലിയ പ്രയത്നമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക? എത്ര ദിനരാത്രങ്ങൾ ഉറക്കളിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടാവും ആ കുഞ്ഞ്. അങ്ങനെ പഠിച്ച് പാസ്സായി പൂനെയിലെത്തി ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ
EY എന്ന് പറയുന്ന ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഒരു കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് കയറി. ആ അന്ന സെബാസ്റ്റ്യൻ 4 മാസം പണിയെടുത്തിട്ടാണ്. പണിയെടുന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ തൊഴിലിന്റെ സമ്മർദ്ദം സഹിക്ക വയ്യാതെയാണ് പിടഞ്ഞു മരിച്ചത്. അന്ന സെബാസ്റ്റ്യനെ കാണാൻ അവളുടെ മാതാപിതാക്കൾ പൂനെയിലെത്തി. കുറച്ചു സമയം അവളോടൊപ്പം സമയം പങ്കിടാൻ, അവൾക്കൊരു ആശ്വാസമാകാൻ ആ മാതാപിതാക്കൾ പൂനെയിലെത്തി കേരളത്തിൽ നിന്നും. പക്ഷേ 14 മണിക്കൂർ കമ്പനിയിൽ പണിയെടുക്കുന്ന അന്ന സെബാസ്റ്റ്യൻ മടങ്ങി വരുമ്പോൾ പാതിരാത്രിയാവും. എവിടെയാണ് അവളോട് സംസാരിക്കാൻ സമയം കിട്ടുക? മടങ്ങി വരുന്നത് തന്നെ ഓഫീസിലിരുന്ന് ചെയ്തു തീർക്കാൻ കഴിയാതെ മിച്ചം വന്നിരിക്കുന്ന പണികൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധ്വാനവും ജോലി തുടരുകയാണ്. അപ്പോൾ ഈ ചൂഷണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോർപ്പറേറ്റ് ചൂഷണത്തിന്റെ സ്വഭാവമാണ്, ആധുനിക കാലത്തെ സ്വഭാവമാണ്. 10ഉം 14ഉം മണിക്കൂർ പണിയെടുപ്പിക്കുന്നത്. ഇൻഫോസിസിന്റെ മേധാവി ബഹുമാനപ്പെട്ട നാരായണമൂർത്തി നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ പ്രിയങ്കരനാണല്ലോ. അദ്ദേഹം ഇൻഫോസിസിന്റെ സ്ഥാപകനാണ്, കേരളത്തിൽ അഭിമാനിക്കാവുന്ന മനുഷ്യനാണ്, അങ്ങനെ മറ്റു പലതുമാണ് നമ്മുടെ നാരായണമൂർത്തി. അദ്ദേഹം മാധ്യമങ്ങളോട് ഈ ലേബർ കോഡൊക്കെ വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറയുകയാണ്, നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഒരു 10ഉം 14ഉം 16 മണിക്കൂർ പണിയെടുത്താൽ എന്താ കുഴപ്പം? അദ്ദേഹം ഉയർത്തിയ ചോദ്യമാണ്. കേരളത്തിലെ ഇന്ത്യയിലെ പണിതണ്ടി നടക്കുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരോട് ചോദിക്കുക, നാരായണമൂർത്തി, ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു 10ഉം 14ഉം 16ഉം മണിക്കൂർ പണിയെടുത്താൽ എന്താ കുഴപ്പമെന്ന് അന്ന സെബാസ്റ്റ്യന്റെ രക്തസാക്ഷിത്വം നമ്മളെ ഓർമ്മപ്പെടുത്തി. പിടഞ്ഞു മരിച്ചു. അന്ന സെബാസ്റ്റ്യൻ ഒരാളല്ല. അന്ന സെബാസ്റ്റ്യൻ ഈ ഇന്ത്യയിൽ ഈ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തെ, ഈ കെട്ടകാലത്തെ നഗ്നമായ ചൂഷണത്തിനിരയായി ആരോഗ്യവും യുവത്വവും അവരുടെ ഏറ്റവും പ്രസരിപ്പാർന്ന ആയുസിന്റെ കാലവും നഷ്ടപ്പെടുത്തുന്ന, ഹോമിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരിൽ ഒരാളാണ് അന്ന സെബാസ്റ്റ്യൻ. ആ അന്ന സെബാസ്റ്റ്യൻ മരിച്ചപ്പോൾ മരിച്ചു എന്ന് പറയേണ്ട, കൊല ചെയ്തതാണ്. ആ കുട്ടിയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ EY എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി ഒരാൾ പോലും വന്നില്ല. പിന്നെ അവർ ഖേദം രേഖപ്പെടുത്തി. നിങ്ങൾ ഓർക്കണം, ഈ മുതലാളിമാർക്ക് വേണ്ടിയിട്ട്, ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ കാര്യങ്ങൾ പറയുന്നത്. മനുഷ്യത്വം പോലും ഒരൊറ്റയാൾ വന്നില്ല കമ്പനിയിൽ നിന്ന്. ആർക്കു വേണ്ടി പണിയെടുത്താണോ പിടഞ്ഞു മരിച്ചത്, ആ പെൺകുട്ടിയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള മര്യാദ പോലും കാണിക്കുന്നില്ല ഒരു കോർപ്പറേറ്റ് സ്ഥാപനം. നമ്മൾ കണ്ടതല്ലേ? ആ സന്ദർഭത്തിൽ കേന്ദ്ര തൊഴിലുറപ്പ് മന്ത്രി കടുത്ത ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തി. എന്നിട്ട് പ്രഖ്യാപിച്ചു, 8 മണിക്കൂർ പണി എന്ന് പറയുന്ന വ്യവസ്ഥ എല്ലായിടത്തും പാലിക്കപ്പെടുന്നു ഉറപ്പാക്കുമത്രേ എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷമല്ലേ മിസ്റ്റർ നരേന്ദ്രമോദിയും സംഘവും ലേബർ കോഡ് കൊണ്ടുവന്നത്? BJPയിലും RSSലും ഒക്കെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളും സാധാരണക്കാരോടുമായ ആളുകളോട് ഞങ്ങൾ ഇത് ചോദിക്കുകയാണ്. അതിനുശേഷമാണ് ലേബർ കോഡ് കൊണ്ടുവന്നത്. ആ ലേബർ കോഡിൽ നിങ്ങൾ ഓർക്കുക, 8 മണിക്കൂർ പണിയല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, 12 മണിക്കൂർ പണിയാണ്. 12 മണിക്കൂർ പണിയാണ്. 8 മണിക്കൂർ പണിയും 8 മണിക്കൂർ വിശ്രമവും. ഈ രാജ്യത്ത്, ലോകത്ത് തന്നെ തൊഴിലാളികൾ സമരം ചെയ്ത് രക്തസാക്ഷിത്വത്തിലൂടെ നേടിയെടുത്തതാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് തൊഴിലാളികൾ രക്തം ചിന്തി നേടിയെടുത്തതാണ്. കഠിന സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ആ നിയമം, ആ വ്യവസ്ഥ, ആ അവകാശം ലേബർ കോഡിൽ ഹനിക്കുന്നത് നാം കണ്ടില്ലേ? നമ്മൾ 12 മണിക്കൂറാക്കി. അന്ന സെബാസ്റ്റ്യന്റെ രക്തസാക്ഷിത്വത്തിന് എന്ത് വില? ഒരു വിലയും ഉണ്ടായില്ല. ഞങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുന്ന നല്ല മനുഷ്യരോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, അവരുടെ മനസാക്ഷിയോടാണ് ഞങ്ങൾ സംവദിക്കുന്നത്. പരിശോധിക്കണം. നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ആരുമില്ല അവരെ സഹായിക്കാൻ, ഒരു പത്രമാധ്യമങ്ങളുമില്ല. തൊഴിലാളികൾ, പത്രക്കാർക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പണിയെടുക്കുന്ന ആളുകൾ, അവർ പീറ തൊഴിലാളികൾ, എന്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ, ഇങ്ങനല്ലേ പറയുക. പക്ഷെ തൊഴിലാളികൾ, ആശമാര് സമരം നടത്തിയപ്പോൾ 233 രൂപ എന്ന അപമാനകരമായ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ തൊഴിലാളികൾ ഈ കേരളത്തിന്റെ മുമ്പിൽ വളരെ ഗുരുതരമായ ഗൗരവപ്പെട്ട ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഉയർത്തിവിട്ടു.
തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിതത്തിന്റെ സ്ഥിതി എന്താണെന്ന്. തൊഴിലാളികൾ ഈ രാജ്യത്തിന്റെ അധികാര ഘടനയിൽ ഒരു സ്വാധീനമുള്ളവരല്ല. അവർക്ക് ഈ അധികാരത്തിൽ സ്വാധീനം അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന സ്ഥിതിയുള്ളവരല്ല. അവർക്ക് പണമില്ല, അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വമില്ല, ഭദ്രതയില്ല. അവർക്ക് കോടതിയിൽ പോയി നിഷേധിക്കപ്പെട്ട നീതി ഉറപ്പാക്കാൻ മാർഗങ്ങളില്ല. ആ തൊഴിലാളിയുടെ കൂടല്ലേ ജനാധിപത്യ സർക്കാരുകൾ നിലനിൽക്കേണ്ടുന്നത്, നിലകൊള്ളേണ്ടുന്നത്. നിലകൊണ്ടില്ല. മിസ്റ്റർ നരേന്ദ്രമോദിയുടെ ലേബർ കോഡ് അങ്ങനെ നിലകൊണ്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ദുർബലരായ, ഹതാശരായ, നിരാശ്രയരായ തൊഴിലാളികളെ വീണ്ടും ചവിട്ടിത്താഴ്ത്തുന്നതാണ് നാം കണ്ടത്. ആ ലേബർ കോഡിൽ പറയുന്നത് എന്താണ്? ഇനിമേൽ വ്യവസായശാലകൾ അടച്ചുപൂട്ടാൻ സർക്കാരിന്റെ അനുവാദം വേണ്ട. 300 തൊഴിലാളികൾ പണിയെടുക്കുന്നതിന് മേളിലോട്ടുള്ള സ്ഥാപനങ്ങൾ സർക്കാരിന്റെ അനുവാദം വാങ്ങിയാൽ മതി. അപ്പൊ ഇനി മുതലാളിക്ക് യഥേഷ്ടം ലോക്കൌട്ട് നടത്താം, ലേ ഓഫ് നടത്താം, റിട്രെഞ്ച്മെന്റ് നടത്താം. ലോക്കൌട്ട്, ലേ ഓഫ്, റിട്രെഞ്ച്മെന്റും നടത്തുമ്പോൾ പാലിക്കേണ്ട ഒന്നും പാലിക്കേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റിന്റെ അനുവാദം വേണ്ടല്ലോ. അവർക്ക് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാം. എഴുതി വെച്ചിരിക്കുക ലേബർ കോഡിൽ. നിങ്ങൾ അറിയണം ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. നിങ്ങൾ ഈ ബോർഡുകളിൽ കാണുന്ന മാറ്റമുണ്ടല്ലോ, എല്ലാവരും മാറ്റത്തിന്റെ ആളുകളാണ്. സർവ്വരും മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുക. യഥാർത്ഥത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റം ജനങ്ങളെ പാതാളത്തിലേക്ക് തള്ളിയിരുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊണ്ടിരുന്ന മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിലവിലിരിക്കുന്ന യൂണിയനുകൾ, നിലവിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകൾ, അവർ ആ യൂണിയനുകളുടെ മെമ്പർഷിപ്പ് 10% ഉണ്ടെന്ന് സ്ഥാപിക്കുന്നില്ലെങ്കിൽ ആ യൂണിയനുകളുടെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. അവരുടെ മെമ്പർഷിപ്പ്, ആ യൂണിയന്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും. പറയുക, പ്രഖ്യാപിച്ചിരിക്കുക, ഈ രാജ്യത്തെ തൊഴിലാളികളുടെ യഥാർത്ഥ സ്ഥിതി അതാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഞങ്ങൾ വളരെ ഗൗരവം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയമെന്ന നില ഞങ്ങൾ പറയുകയാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ ലേബർ കോഡ് നടപ്പാക്കുന്നതിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡാണ്. ആ ലേബർ കോഡ് നടപ്പാക്കുന്നതിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഇടതെന്ന പേരിൽ, തൊഴിലാളികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ആ ലേബർ കോഡിന് കരട് ചട്ടം രൂപപ്പെടുത്താൻ തീരുമാനിച്ചു. കരട് ചട്ടം രൂപപ്പെടുത്തി. ഈ കേരളത്തിൽ ആ ലേബർ കോഡ് പ്രകാരമുള്ള ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് KSRTC K-15 നടപ്പാക്കി. ഒരൊറ്റ തൊഴിലാളിയെ പോലും സ്ഥിര നിയമനം നടത്താതെ ചെയ്തില്ലേ? അപ്പോൾ കേന്ദ്രത്തിന്റെ ആ നയം, ലേബർ കോഡിന്റെ നയം ഇവിടെ നടപ്പാക്കുന്നതാണ് നാം കണ്ടത്. അപ്പോൾ ഇവരെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നത് ആരുടെ താല്പര്യത്തെയാണ്? ആരുടെ താല്പര്യത്തെയാണ്? നിങ്ങൾക്കത് നോക്കാം. ഒരഭിപ്രായ വ്യത്യാസവും അവർക്കില്ല. അദാനിയുടെ തുറമുഖം വിഴിഞ്ഞത്ത് വരണമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് വലിയ വികസനമാണെന്നും രാജ്യ പുരോഗതിയുടെ ചിഹ്നമാണെന്നും ഒക്കെ വിചാരിക്കുന്ന, ഈ സംസ്ഥാനത്തിന്റെ വമ്പിച്ച വളർച്ചയ്ക്കിടെ വരുത്തുമെന്നൊക്കെ വിചാരിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ മനസാക്ഷിയോടാണ് ഞങ്ങൾ സംവദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ രാഷ്ട്രീയ ചിന്താശക്തിയോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, ചോദിക്കുന്നത്. അദാനിയുടെ തുറമുഖം വിഴിഞ്ഞത്ത് വന്നാൽ, അങ്ങനെ വിഴിഞ്ഞത്ത് അത്തരത്തിലൊരു തുറമുഖം വരുന്നത് വഴി ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്താ നമുക്കറിയണം. എന്തു മാറ്റമാണ് കൊണ്ടുവരിക? നിങ്ങളത് മനസ്സിലാക്കണം. തുറമുഖത്തിന്റെ ഉടമ അദാനിയ, ഗൗതം അദാനിയ. ആ തുറമുഖം പണിയാൻ സംസ്ഥാന സർക്കാർ ഇതിനോടകം 1ാം ഘട്ട പണിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള ഏതാണ്ട് 5700 കോടി രൂപയാണ്. 5700 കോടി രൂപ. അതിന്റെ അനുബന്ധ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മറ്റൊരു 7000 കോടി രൂപയും കൊണ്ടുണ്ട്. തുറമുഖ വകുപ്പ് മന്ത്രി സഖാവ് VN വാസവൻ സംസ്ഥാന നിയമസഭയിൽ പ്രഖ്യാപിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി സംസ്ഥാന ഖജനാവിൽ ഇതിനോടകം 12000 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. 12000 കോടി രൂപ നിയമസഭാ രേഖയാണ്. ഈ വാക്കുകൾ കേൾക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ ചിന്തിക്കണം. 12000 കോടി രൂപ ഈ സംസ്ഥാനത്തിന്റെ, ഈ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ ബാധ്യത 6 ലക്ഷം കോടി രൂപയാ. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും 1.5 ലക്ഷം രൂപയുടെ കടക്കണിയിലേക്കാണ് പിറന്നു വീണുകൊണ്ടിരിക്കുന്നത്. ആ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ് 12000 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്താണ് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്തതിനാൽ പുറത്തേക്ക് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഒരാളുടെ കേസിലില്ല, മുഴുവൻ ആളുകൾക്കും. ഈ സംസ്ഥാനത്തെ ജനങ്ങളാണ് ഒരു സർജറിക്ക് സർക്കാർ ആശുപത്രി ചെന്നാൽ ഡോക്ടർ ഹാരിസ് ചെറക്കൽ പറഞ്ഞതുപോലെ അവിടെ സർജറിക്ക് വേണ്ടുന്ന സാമഗ്രികൾ മുഴുവൻ പുറത്തുനിന്ന് വില കൊടുത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കേണ്ട സാഹചര്യം വരുന്നത്, സർജറിക്ക് ഫീസ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ വിനിയോഗിക്കപ്പെടേണ്ടുന്ന ചെലവഴിക്കപ്പെടേണ്ടുന്ന പണം 12,000 കോടി രൂപ ഈ രാജ്യത്ത് നമ്മൾ കണ്ടു. ഈ സംസ്ഥാനത്ത് അദാനിയുടെ തുറമുഖത്തിനു വേണ്ടി ചെലവഴിച്ചു. ഈ വികസനം ആരുടെ വികസനം എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് പറയണ്ടേ? ഒരാളും പറയില്ല. UDF പറയുക, BJP പറയുക, LDF പറയുക, പറയത്തില്ല. നിങ്ങൾ കണ്ടല്ലോ തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ എല്ലാവരും നിരന്നിരിക്കുന്നത്. അവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമ്മുടെ സംസ്ഥാനത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രി സഖാവ് VN വാസു, കാണുന്നത് VD സതീശൻ, ഇവരെല്ലാവരും ഇരിപ്പുണ്ട്. അപ്പൊ അദാനി കേരളത്തിൽ വന്നതും തുറമുഖം തുറന്നതും കേരളത്തിന്റെ പൊതുവായ എന്തോ വലിയ നേട്ടമായി എല്ലാവരും അവതരിപ്പിക്കാൻ, ഈ വികസനം രാജ്യത്തെ മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പറ്റം കുത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്നുള്ള കാര്യം വിളിച്ചു പറയാൻ ആരും തയ്യാറല്ല. അതുകൊണ്ടാണ് മിസ്റ്റർ VD സതീശൻ പ്രഖ്യാപിച്ചത്, കേരളത്തിൽ മുതൽ മുടക്കാൻ വരുന്ന ആളുകളെ എയർപോർട്ടിൽ ഞങ്ങൾ വാഹനമായിട്ട് സ്വീകരിക്കും, അവരെ സംസ്ഥാനത്തിന്റെ അതിഥികളായി പരിഗണിക്കും, അവരെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് താമസിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കാൻ കാരണം മൂലധനം നിക്ഷേപിക്കാൻ വരുന്ന മുതലാളിയാണ് ഈ സംസ്ഥാനത്തിന്റെ രക്ഷകൻ. ഈ സംസ്ഥാനം രക്ഷപ്പെടാൻ പോകുന്നത് അങ്ങനെയാ. മുതലാളിമാരാണോ രക്ഷകർ? ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് നിങ്ങൾ പരിശോധിക്കുക. കോടാനുകോടിയുടെ ബിസിനസ് സാമ്രാജ്യം പണിതുയർത്തി കഴിഞ്ഞു ഈ കോർപ്പറേറ്റുകൾ. ആ കോർപ്പറേറ്റുകൾ ബിസിനസ് സാമ്രാജ്യം വളരുന്നതനുസരിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്താ? 40-ലധികം കോടിയാണ് ഇന്ത്യയിലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ എണ്ണം. കുടിയേറ്റ തൊഴിലാളികൾ, നിങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കണം. കുടിയേറ്റ തൊഴിലാളികൾ, ഈ കേരളത്തിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് യാത്ര ചെയ്തത് കാണാം. ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ അനാഥ ജീവിതങ്ങളെ, നിരാശ്രയ ജീവിതങ്ങളെ കാണാം. അവർ കയ്യിൽ കിട്ടിയ ഒരു കീറത്തുണി, അവരുടെ വേഷം ഒരു പ്ലാസ്റ്റിക് സഞ്ചിക്കകത്ത് കുത്തി തിരികി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, 20, 22, 25 വയസ്സുള്ള ചെറുപ്പക്കാർ, രക്തം വാർന്നു പോയവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം ചോരയുടെ ചുമപ്പില്ല, കണ്ണൊക്കെ പടുകുഴിയിലായിരിക്കും. അത്ര ക്ഷീണിതരായി നടന്നു വരുന്നത് നമുക്ക് കാണാം. ഏത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും അവർ ഇന്ത്യയിലെ ട്രെയിനുകളുടെ ബാത്റൂമുകളിൽ, ടോയ്ലറ്റുകളിൽ ആണ് ഇടിച്ചു കയറി പോരുന്നത്, യാത്ര ചെയ്യുന്നത്. എത്ര നരകസമാനമായ യാത്രയാണ്. അങ്ങനെങ്കിലും ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒന്ന് കയറിത്തീരാൻ വേണ്ടി ശ്രമിക്കുന്ന ആ മൈഗ്രന്റ് ലേബേഴ്സിനെ പോലീസുകാർ രാത്രി കൊണ്ട് അടിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേഷനിൽ കാണാം. പ്രത്യേകിച്ച് നിങ്ങൾ ചെന്നൈയിലും കൽക്കട്ടയിലും ചെന്നാൽ കാണാം, അഹമ്മദാബാദിൽ ചെന്നാൽ കാണാം. മൈഗ്രന്റ് ലേബേഴ്സ്, കുടിയേറ്റ തൊഴിലാളികൾ, ഈ രാജ്യത്തിന്റെ ശപിക്കപ്പെട്ട ജീവിതങ്ങളെന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യം നിങ്ങൾ കാണുന്നില്ല. 40-ലധികം കോടി തൊഴിലാളികളാണ് കുടിയേറ്റ തൊഴിലാളികൾ. തെണ്ടി അലയുകയാണ്. ബാംഗ്ലൂരിൽ പണി അവസാനിച്ചാൽ അഹമ്മദാബാദിലേക്ക് പോകും, അഹമ്മദാബാദ് പണി തീർന്നാൽ ചെന്നൈയിലേക്ക് പോകും. അലയുകയാണ്. ഈ ജീവിതം, ഈ മണ്ണിൽ ജനിച്ചു പോയത് കൊണ്ട് ആ ജീവിതം ഒന്ന് നിലനിർത്താൻ പാടുപെടുന്ന തൊഴിലാളികളെ നമ്മൾ കാണുകയാണ്. അദാനി ഉണ്ടാക്കിയ 9 ലക്ഷം കോടി രൂപയുടെ നീക്കിയിരിപ്പ് ഈ ഇന്ത്യയിലെ തൊഴിലാളികളുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വരുത്തിയത്? മിസ്റ്റർ പിണറായി പറയണം, മിസ്റ്റർ നരേന്ദ്രമോദി പറയണം. ഈ നേതാക്കളൊക്കെയാണ് അത് പറയേണ്ടത്. പരിഹാരം ചോദിക്കുമ്പോൾ അതല്ലേ പറയാ. പ്രശ്നത്തിന്റെ പരിഹാരം എന്ത്, ഒറ്റമൂലി എന്തെന്ന് ചോദിച്ചാൽ മുതല് മുടക്കാൻ വരുന്ന മുതലാളിമാർ നമ്മുടെ രക്ഷകരും. അവർ മുതല് മുടക്കിയാൽ രാജ്യം അഭിവൃദ്ധിപ്പെടും. അത്രേ. ഒരു രാജ്യവും അഭിവൃദ്ധിപ്പെടില്ല. അഭിവൃദ്ധിപ്പെടുന്നില്ലെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് വികസനമല്ല, ഇത് വികസനമല്ല എന്നുള്ള കാര്യം. ഇത് യഥാർത്ഥ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമല്ലേ? ആരോഗ്യമുള്ള ജനത ഉണ്ടാകണ്ടേ, വിദ്യാഭ്യാസമുള്ള ജനത ഉണ്ടാകണ്ടേ. സൗജന്യ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു നാട്ടിൽ നിങ്ങൾ ആലോചിക്കുക.
നിങ്ങൾ ഓർക്കുക, നരേന്ദ്രമോദി സർക്കാർ 10 വർഷം കൊണ്ട് പിരിച്ചെടുത്തത് 288 ലക്ഷം കോടി രൂപയാണ്. ഇത് ഞങ്ങളുടെ കണക്കല്ല, കേന്ദ്ര ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. 288 ലക്ഷം കോടി രൂപയാണ് നികുതി പിരിച്ചെടുത്തിരിക്കുന്നത്. ആ നികുതിയിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് 4 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ ആ ഭീമമായ തുകയുടെ 1.5% മാത്രം. അപ്പൊ ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എന്താ? അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ആശ്വാസം എന്താ? ആരോഗ്യമുള്ളൊരു ജനതയാകാൻ, ഒരു മനുഷ്യനെ ആശ്രയിച്ചു നിൽക്കുന്ന ഇതര കുടുംബാംഗങ്ങളെ പോറ്റിക്കൊണ്ടുപോകാൻ, അവരെ വളർത്തിയെടുക്കാൻ, മാനം മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന ആരോഗ്യമുണ്ടോ ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക്? അവരുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടുന്ന ഈ ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിരിച്ചെടുക്കുന്ന തുക അത്രയും മുതലാളിമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് വികസനമല്ലെന്ന്. ഇത് വികസനമല്ല, ഇത് മറിച്ച് ജനങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കലാണ്, തകർക്കലാണ്, സർവനാശമായി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേദിയിൽ വികസനം എന്ന പദം ഉപയോഗിക്കുന്ന ഏവരെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അവർ ഈ രാജ്യത്തെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റോഡും പാലവും പണിയലല്ല ഭരണാധികാരികളുടെ ചുമതല. അത് ചെയ്യാൻ ഒരാളെ തെരഞ്ഞെടുത്തങ്ങോട്ട് അയക്കണമെന്നില്ല. ഉണ്ടോ? സർ CP-യുടെ കാലത്ത് എത്ര തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു? ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. സർ CP വിചാരിച്ചപ്പോൾ FACT വന്നു. സർ CP വിചാരിച്ചപ്പോൾ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. എന്നിട്ട് സർ CP തന്നെ അതിന്റെ വൈസ് ചാൻസലറുമായി. സർ CP വിചാരിച്ചപ്പോൾ കുണ്ടറയിൽ വ്യവസായങ്ങൾ വന്നു. സർ CP വിചാരിച്ചപ്പോൾ ഈ കേരളത്തിൽ എത്ര നേട്ടങ്ങൾ ഉണ്ടായി അങ്ങനെ കണക്കാക്കിയാൽ. പക്ഷെ സർ CP-യെ കേരളത്തിലെ പുരോഗമന മനസാക്ഷി അംഗീകരിച്ചില്ല. അയാൾ പണിത റോഡിന്റെയോ അയാൾ കൊണ്ടുവന്ന വ്യവസായശാലയുടെ കണക്കെടുത്തില്ല. മറിച്ച് എന്ത് ചെയ്തു? അദ്ദേഹം അമേരിക്കൻ മോഡൽ ഭരണമെന്ന് പറഞ്ഞപ്പോൾ, അതായത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമെന്ന് മനസ്സിലായപ്പോൾ അമ്പലപ്പുഴക്കാരൻ മണി വാളെടുത്തു വെട്ടി. കഴുത്തിനാ വെട്ടിയത്, പക്ഷെ കൊണ്ടത് ചെവിക്കിട്ടാണ്. മണിയെ നേരിട്ടത് എന്തുകൊണ്ടാ? അങ്ങനെ നമുക്ക് വേണ്ടുന്നതാണ്. സ്വാതന്ത്ര്യം വേണം, ജനാധിപത്യം വേണം. ഭരണാധികാരികൾ നേരായ വഴിയിലല്ല പോകുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം വേണം, നിർഭയമായി അത് ചൂണ്ടിക്കാണിക്കാൻ. അതാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും. അത് നഷ്ടപ്പെട്ടിട്ട് എന്തു വികസനത്തിന്റെ കണക്ക് അവതരിപ്പിച്ചാലും സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇത് ഏറ്റവും വലിയ ചതിയും വഞ്ചനയുമാണെന്ന് പല ആളുകളും അത് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ചൊരു റോഡ് പണിതിട്ട് പറയാണ് ഇതെന്റെ വലിയ ഔദാര്യമാണ്, നിങ്ങൾ നാണം കെട്ട നിലയിൽ ഉപയോഗിച്ചു എന്ന് പറയുകയാണ്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ചെയ്തിട്ടാണ്. ഇന്നത് വന്നു എന്തായി മാറി? മൂലധന നിക്ഷേപ മേഖലകളാണ്. റോഡും വിദ്യാഭ്യാസവും മനുഷ്യന്റെ ജീവിത ആവശ്യകതകളെല്ലാം മൂലധന നിക്ഷേപ മേഖലകളായി മാറ്റപ്പെട്ടു. അങ്ങനെയാണ് റോഡിൽ പണം മുടക്കുന്നത്. നമുക്ക് പുറമേക്ക് തോന്നും മുതലാളിയാണ് മുഴുവൻ പൈസ മുടക്കുന്നത്. അല്ല, ദേശീയപാത നിർമ്മാണത്തിന് വലിയ അളവിൽ ഇപ്പൊ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിന് 5500 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തിരിക്കുന്നത്. ആർക്കോ റോഡ് പണിയാൻ? മുതലാളിക്ക് റോഡ് പണിയാൻ. അപ്പൊ ഈ മൂലധന നിക്ഷേപം നടത്തുന്ന മുതലാളി, റോഡിൽ പണം മുടക്കുന്ന മുതലാളി ആ റോഡ് ഓപ്പറേറ്റ് ചെയ്യും. അതാണല്ലോ പുതിയ കാഴ്ചപ്പാട്. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. പണിയുക, ഓപ്പറേറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? റോഡ് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം ആ റോഡ് ഉപയോഗിക്കണമെങ്കിൽ ഈ രാജ്യത്തെ നികുതി കൊടുക്കുന്ന അതേ ജനങ്ങൾ തന്നെ ആ റോഡ് ഉപയോഗിക്കണമെങ്കിൽ കൊള്ള ചുങ്കമടയ്ക്കണം. അതാണ് വികസനം. ചുങ്കമടച്ചുകൊണ്ടിരിക്കില്ലേ? നമ്മൾ കാണുകയല്ലേ ഈ വികസനത്തെ? ഈ നമ്മുടെ സംസ്ഥാനത്തെ, രാജ്യത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇക്കാരണത്താൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള ഹൈവേ പണിയാൻ വെറും 700 കോടി രൂപ ചെലവായിട്ടുള്ളൂ. 750 കോടി കൂട്ടിക്കോ, എല്ലാ ചെലവും കഴിച്ച്. അങ്ങനെ 750 കോടി രൂപ മുടക്കി പണിതെടുത്ത ആ റോഡ് പാലിയേക്കര ടോള് പിരിവ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? കൊള്ള ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക പാലിയേക്കര ടോളിൽ. 750 കോടി രൂപ മുടക്കി പണിത് റോഡിൽ നിന്നും
2028 ജൂലൈ വരെ ഈ പിരിവ് തുടരും. ആ 2028 ഈ ദേശീയപാതയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക ഏതാണ്ട് 3500 കോടിയോളം വരും. 3500 കോടിയോളം തുക വരും. ഈ നിലവിൽ ഇപ്പോൾ തന്നെ 1700 കോടി രൂപ പിരിച്ചു കഴിഞ്ഞു. 700 രൂപ മുടക്കി പണിത റോഡിൽ നിന്നും അതിന്റെ 3-4 മടങ്ങ് പണം പിരിച്ചെടുക്കുകയാണ് ഈ രാജ്യത്തിനിടങ്ങളിൽ നിന്നും. മുതലാളിമാർ കൊള്ളലാഭം കൂട്ടുകയാണ്. ദേശീയപാത വരുന്നുണ്ട്. നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്ന വികസനമിതാ. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വരുന്ന ദേശീയപാതയിൽ പണി പൂർത്തിയായി കഴിഞ്ഞാൽ 13 ടോളുകൾ ഉണ്ടാവും. 13 ടോൾ പ്ലാസകൾ. അവിടെ നാട്ടുകാരെ പിരിക്കും, കവർച്ച ചെയ്യും, കുത്തിക്കവർച്ച നടത്തും. ഒരു സംശയം വേണ്ട. അതാണ് നടക്കാൻ പോകുന്നത്. ടോൾ പ്ലാസ പണിതുകൊണ്ടിരിക്കുക. റോഡ് പണി പൂർത്തിയായില്ല. പക്ഷെ നിങ്ങൾക്ക് പോകുമ്പോൾ ടോൾ പ്ലാസ പണിയുന്നത് കാണാം. റോഡ് പണിയുന്നതിനേക്കാൾ വ്യഗ്രതയാ പ്ലാസ പണിയാൻ, പിരിക്കാൻ. ഇതെന്ത് തരം വികസനമാണ്? അപ്പൊ ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വികസനമാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ വേണ്ടി പറയല്ല. ധാരാളം കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കാനുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലെ രാഷ്ട്രീയ കടമ എന്താണ്? യഥാർത്ഥ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അത് ചർച്ചയ്ക്കെടുക്കപ്പെടണം. അത് തൊഴിലിന്റെ പ്രശ്നമാണ്, അത് ചികിത്സയുടെ പ്രശ്നമാണ്, അത് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യം എന്താണ്? നിങ്ങൾ ഓർക്കുക, ഒരിക്കൽ അഭിമാനകരമായിരുന്ന പദവിയിലെത്തിയിരുന്ന നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് തീരുകയാണ്, തകർന്നടിയുകയാണ്. നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ പഠിച്ചു പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം പേര് മാതൃഭാഷയിൽ എഴുതാൻ അറിഞ്ഞുകൂടാത്തവരായി മാറ്റപ്പെട്ടു. ഉണ്ടായില്ലേ? കാരശ്ശേരി മാഷ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം കണ്ടുപിടിച്ചു കേരളത്തിന്റെ പാഠപുസ്തകങ്ങളിൽ അക്ഷരമാലയില്ലെന്ന്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി അത് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ, അദ്ദേഹമാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, അദ്ദേഹം പറഞ്ഞു അതുടനെ തിരുത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ SUC കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനം 25 വർഷമായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കുക. എന്താണത്? ഭാഷാ പഠനം അസ്തമിച്ചിരിക്കുന്നു. DPP വന്നതിന് ശേഷം ഭാഷാ പഠനമില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഇടിഞ്ഞിരിക്കുന്നു. അവിടെ അക്ഷരജ്ഞാനം ഉറയ്ക്കാത്ത, ഗണിതജ്ഞാനം ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങളെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്, സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആസൂത്രിതമായ തകർക്കലാണ്. കരിക്കുലം, ക്ലാസിക്കൽ കരിക്കുലം ഇല്ലാതാക്കപ്പെട്ടു ഈ രാജ്യത്ത്. നാം കാണണ്ട ഇത്. വിദ്യാഭ്യാസത്തിന്റെ ഈ തകർച്ച. കേരളത്തിന്റെ കലാലയങ്ങളിൽ 40% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 4 വർഷ ഡിഗ്രി നടപ്പാക്കി കേരളത്തിന്റെ കലാലയങ്ങൾ ഏതാണ്ട് അതിന്റെ അസ്തമയത്തോടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുക. അപ്പൊ കേരളത്തിന്റെ വിദ്യാഭ്യാസം, ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവയാണ്. അത് ചർച്ചയ്ക്കെടുക്കണം. ചികിത്സയുടെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. സൗജന്യ ചികിത്സ കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ. ആ ചർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി, അത്തരം സംവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള വികസനം പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ചു പറയുന്നത്. ഞാനിപ്പോൾ യാത്ര ചെയ്ത് വരുമ്പോൾ ഉടനീളം കേൾക്കുന്ന അനൗൺസ്മെന്റ്, എവിടെയും ഇങ്ങനെ ഇത് ഉന്നയിക്കുകയാണ്. ആരാണ് ഇതിന്റെ പുറകിലുള്ള, ഇതിന്റെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പിറകിൽ നിൽക്കുന്നത്? ആരുമല്ല. എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. മിസ്റ്റർ നരേന്ദ്രമോദി രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം വലിയ തുകയുടെ നിക്ഷേപമാണ്. പിണറായി അദ്ദേഹത്തോടാണല്ലോ മത്സരിക്കുന്നത്. പിണറായി അസാധ്യമായത് സാധ്യമാക്കി എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഇതിന്റെ കാര്യത്തിലാണല്ലോ നരേന്ദ്രമോദിയോട് മത്സരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മിസ്റ്റർ പിണറായി വിജയൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയേക്കാൾ എത്രയോ മടങ്ങാണ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ നരേന്ദ്രമോദിയുടെ ഈ കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുന്നത്. നാട്ടുകാരന്റെ പണമാണ്. കോടിക്കണക്കിന് രൂപ മൂലധന നിക്ഷേപത്തിന് വഴിയൊരുക്കാൻ, നീതിയൊരുക്കാൻ ഈ രാജ്യത്തെ ഖജനാവിലെ പണം കുത്തിയൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് മോദിയും പിണറായിയും കൂട്ടരും. ഒരു സംശയം വേണ്ട. എല്ലാ സർക്കാരുകളും ആ പദ്ധതിയുടെ പുറകിലാണ്. ഇവിടെയാണ് ഇതിന്റെ അപകടം. ഇത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലെ ഏറ്റവും ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ എന്ന നിലയിൽ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കാനും ചർച്ചയ്ക്കെടുക്കാനും നാം മുന്നോട്ട് വരണം. ചർച്ചയ്ക്കെടുക്കുക മാത്രമല്ല, പരിഹാരം എന്ത് എന്നതും ഗൗരവപ്പെട്ട ചോദ്യമാണ്. എന്താണ് പരിഹാരം എന്നത്? ആ പരിഹാരം ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നിടത്ത് അവസാനിക്കുന്നില്ല. വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കുന്ന ഒരു ഭരണാധികാരി അയാൾ ജനങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ, ജനങ്ങൾക്കെതിരെ അയാൾ ഭരിച്ചാൽ, അയാൾ ഒരു ജനദ്രോഹിയായി മാറിയാൽ, വോട്ട് ചെയ്ത ജനങ്ങൾ
സംഘടിച്ചുകൊണ്ട് ആ ഭരണാധികാരിയെ നേർവഴിയിൽ നടത്താൻ, തിരുത്താൻ, അയാൾ ആവിഷ്കരിക്കുന്ന ജനദ്രോഹ നയങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്താൻ ജനങ്ങളെ അനുവദിക്കുന്ന, ജനങ്ങൾക്ക് അവകാശമുള്ള ജനാധിപത്യ ക്രമമാണ് യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം. അതുണ്ടാവണം. എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളും അത് ഏറ്റവും സാർത്ഥകമാകുന്നത് ഈ അവകാശം വിനിയോഗിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരമൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗത്തേക്ക് വരിക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഇവിടെ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം അതാണ്.